ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 9 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. നെക്സ്റ്റ് അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ലോജിക് ഗേറ്റ്സ്. നിങ്ങൾക്ക് പരിചയം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലോജിക് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ്. ഏത് ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറുകളാണെങ്കിലും മൈക്രോ പ്രോസസ്സറുകളാണെങ്കിലും ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ്സ്. അപ്പോൾ എന്താണ് ലോജിക് ഗേറ്റ്സ്? ലോജിക് ഗേറ്റ്സ് ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എനി ഡിജിറ്റൽ സിസ്റ്റം. ഇത് ഏതൊരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇനി ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഹാവിങ് വൺ ഓർ മോർ ദാൻ വൺ ഇൻപുട്ട് ആൻഡ് ഓൺലി വൺ ഔട്ട്പുട്ട്. ഒന്നോ ഒന്നിലധികമോ ഇൻപുട്ട് കൊടുത്ത് ഒരു പ്രത്യേക ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഈ ലോജിക് ഗേറ്റ്. The relationship between the input and output is based on certain logic. പ്രത്യേകം ലോജിക്ക്, എന്തെങ്കിലും ഒരു ലോജിക്കിൻ്റെ ബേസിലായിരിക്കും എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. നമ്മൾ ഒന്നോ അതിൽ അധികമോ ഇൻപുട്ട് കൊടുക്കുന്നതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് നേടും. ഈ പ്രോസസ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ലോജിക്കിൻ്റെ ബേസിസിലാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലോജിക് ഗേറ്റ്സ്. ഇനി ദർ ആർ 7 ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ്. 7 തരം ലോജിക് ഗേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, എക്സ് ഓർ ഗേറ്റ് ആൻഡ് എക്സ് നോർ ഗേറ്റ്. ഓർ, ആൻഡ്, നോട്ട്, നോർ, നാൻഡ്, എക്സ് ഓർ ആൻഡ് എക്സ് നോർ. ഇതിൽ തന്നെ ഓർ, ആൻഡ്, നോട്ട് ഈ 3 ഗേറ്റുകളെയാണ് നമ്മൾ ബേസിക് ടൈപ്പ് ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്, ഈ 2 ഗേറ്റ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ യൂണിവേഴ്സൽ ഗേറ്റ്സിൻ്റെ പ്രത്യേകത? യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ബൂളിയൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ വ്യത്യസ്തമായി ഗേറ്റ്സുകൾ നമ്മൾ അതിലെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൂളിയൻ ഫങ്ഷൻ മുഖേനയാണ്. ഇവിടെ നമ്മൾ അഡീഷൻ പകരം ലോജിക്കൽ അഡീഷൻ പ്ലസ് അതുപോലെ തന്നെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട്, അതുപോലെ കോംപ്ലിമെൻറ്റ്, ഇങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസ് ആണ് ബൂളിയൻ ഫങ്ഷൻസ് പറയുന്നത്. ഈ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നാൻഡ് ആൻഡ് നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഗേറ്റിൻ്റെ റിസൾട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അഥവാ നാൻഡ് ആൻഡ് നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് മറ്റു ഏത് ഗേറ്റ്സും ഇങ്ങനെ ബൂളിയൻ ഫങ്ഷൻ മുഖേന ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗേറ്റ് വിച്ച് ക്യാൻ ഇംപ്ലിമെൻറ്റ് എനി ബൂളിയൻ ഫങ്ഷൻ വിത്തൗട്ട് നീഡ് ടു യൂസ് എനി അതർ ടൈപ്പ് ഓഫ് ഗേറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലോജിക്കൽ അഡീഷൻ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് ബൂളിയൻ ഫങ്ഷൻ.
ഈ ബൂളിയൻ ഫങ്ഷൻസിന് നമുക്ക് ഈ ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റിലൊക്കെ ഉള്ള ഫംഗ്ഷനാണ് ബൂളിയൻ ഫംഗ്ഷൻ. ഈ ഡിഫറെൻറ്റ് ബൂളിയൻ ഫങ്ഷൻസ് നമുക്ക് നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഏതൊരു ബൂളിയൻ ഫങ്ഷൻസ് നമുക്ക് മറ്റൊരു ഗേറ്റിൻ്റെ സഹായം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ബൂളിയൻ ഫങ്ഷനും മറ്റു ഗേറ്റിന് സഹായമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഓരോ ഗേറ്റുകളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഗേറ്റ്, അതുപോലെ സിമ്പൽ, ട്രൂത്ത് ടേബിൾ, ഇത്രയും കാര്യങ്ങൾ എക്സാമിന് ലോജിക് ഗേറ്റ്സ് എന്ന് നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് ലോജിക് ഗേറ്റ്സ് എന്നല്ലെങ്കിൽ ഏതെങ്കിലും 2-3 ലോജിക് ഗേറ്റ്സ് തന്നിട്ട് അതിൻ്റെ സിമ്പലും ട്രൂത്ത് ടേബിളും അതിനെക്കുറിച്ച് എഴുതാൻ പറയും. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ലോജിക് ഗേറ്റ്സും ചോദിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് ഓർ ഗേറ്റ് എടുക്കാം. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പെർഫോംസ് ലോജിക്കൽ അഡീഷൻ. ലോജിക്കൽ അഡീഷനെ അറിയിക്കുന്നതാണ് ഓർ ഗേറ്റ്. എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ A+B ആണ്. അപ്പോൾ ഒരു ഇതിന് 2 ഇൻപുട്ടും ഉണ്ടാവും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. ഓർ ഗേറ്റിന് 2 ഇൻപുട്ടും ഉണ്ടാവും, ഒരു ഔട്ട്പുട്ടും. അഡീഷൻ എപ്പോഴും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും, മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ 2 സംഭവങ്ങൾ തന്നു കഴിഞ്ഞാൽ 2 കൂടെ കൂട്ടിയിട്ട് മറ്റൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം തന്ന അഡീഷൻ നടക്കില്ല. അപ്പോൾ എന്താണ്, ഇവിടെ 2 ഇൻപുട്ട് ഉണ്ടാവും, എങ്കിൽ 2 അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാവാം, നെക്സ്റ്റ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ സിമ്പൽ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്. A, B എന്ന 2 ഇൻപുട്ടും നെക്സ്റ്റ് A+B എന്നൊരു ഔട്ട്പുട്ടും. നെക്സ്റ്റ് ഈ ഒരു സിമ്പലാണ് A+B അല്ലെങ്കിൽ A or B ലോജിക്കൽ അഡീഷൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കാം. ട്രൂത്ത് ടേബിൾ A, B ആൻഡ് A or B 3 കോളാണ് നമുക്കുള്ളത്. നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറുകൾക്ക് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീന് ആകെ മനസ്സിലാവുന്നത് 2 സിമ്പിൾസ് മാത്രമാണ്, ബൈനോമിയൽസ് ആണ്, 0 and 1. 0, 1 മാത്രമേ മെഷീൻ മനസ്സിലാവുള്ളൂ. അഥവാ 0 എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് ഇല്ല. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ്. ഇങ്ങനെ 2 രീതിയിൽ മെഷീൻ മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് കോഡ്സ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ A അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പേഴ്സ്, ഇപ്പോൾ 105, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ബൈനോമിയലിലേക്ക് ഈ 0, 1 എന്ന 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാറില്ലാത്തത് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞ ലെറ്ററിന് 1001 എക്സാമ്പിൾ പറയണം. ഇങ്ങനെയാണെങ്കിൽ അതേ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ, അഥവാ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്ക് മനസ്സിലാകാൻ പ്രോസസ്സ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 2 0 നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്, 0 and 0. അപ്പോൾ 0, 0 ഇൻപുട്ട് കൊടുക്കണം, 0 + 0 അല്ലെങ്കിൽ 0 or 0 = 0. നിങ്ങൾ മനസ്സിലാക്കി. ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അപ്പോൾ ആ ഒരു ഇതിന് ലോജിക്കാണ് അവിടെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 0, 0. അപ്പോൾ 0 or 0, 0. 0 or 1, 1. എപ്പോഴും 0 or 1 വന്നു കഴിഞ്ഞാൽ 1 വരും. ഇനി 1 or 0 എന്ന് വന്നു കഴിഞ്ഞാലും
1 or 0 എന്ന് വന്നു കഴിഞ്ഞാലും 1 or 0 1 or 1 equal to 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് 0 ആവുള്ളൂ. അല്ലാത്ത 3 കണ്ടീഷൻസിലും ഏതെങ്കിലും ഒന്ന് ഹൈ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആയിരിക്കും. രണ്ടും ലോ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് ലോ വോൾട്ടേജ് ആവുള്ളൂ. ഇതാണ് നമ്മൾ ഓർ അല്ലെങ്കിൽ ലോജിക്കൽ അഡീഷൻ്റെ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത. ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ ഇത് കൊടുത്തിട്ടുള്ളത്. ഇൻ ഓർ ഗേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹൈ ഇഫ് എനി ഓർ ആൾ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജസ് ആർ ഹൈ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിരിക്കും എപ്പോൾ, ഇഫ് എനി ഓർ ആൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാതും എന്തായിക്കഴിഞ്ഞാൽ എല്ലാ വോൾട്ടേജും ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവും. ഏതെങ്കിലും ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ എല്ലാതും ഹൈ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഔട്ട്പുട്ട് ഹൈ ആവും. എന്നാൽ എല്ലാതും ലോ ആയി കഴിഞ്ഞാൽ മാത്രം, എല്ലാ ഇൻപുട്ടും ലോ ആയി കഴിഞ്ഞാൽ, എല്ലാ ഇൻപുട്ടും 0 ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടും 1 ആയി കഴിഞ്ഞാൽ 1 ആവുക എന്ന് പറയുന്നതാണ് നമ്മൾ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി മാറും, 1 ആവും അല്ലെങ്കിൽ ഹൈ ആവും. ഓക്കെ, ഇതാണ് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോജിക്കൽ അഡീഷനാണ്. അതിന് 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, 2 അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. നെക്സ്റ്റ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നെക്സ്റ്റ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 അല്ലെങ്കിൽ ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവും. രണ്ടും ലോ അല്ലെങ്കിൽ 0 ആയി കഴിഞ്ഞാൽ മാത്രമേ 0 ഉള്ളൂ. അപ്പോൾ 0 or 0 equal to 0, 0 or 1 equal to 1, 1 or 0 equal to 1, 1 or 1 equal to 1. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ആൻഡ് ഗേറ്റിലേക്ക് പോവാം. ആൻഡ് ഗേറ്റ് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിന് നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ A.B എന്നാണ് പറയുക. A.B എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട്, A.B എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനും രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് വരാം. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ A.B രണ്ട് നമ്മൾ ഇൻപുട്ടുകളും, A&B എന്നുള്ള നമ്മളെ ഔട്ട്പുട്ട്, A.B അല്ലെങ്കിൽ A&B. അപ്പോൾ 0 and 0, 0യും 0യും വന്നാൽ 0, 0 and 1, 0യും 1ഉം വന്നാൽ 0, 1 or 0, 1ഉം 0യും വന്നാലും 0, 1 and 1 വന്നു കഴിഞ്ഞാൽ 1. അപ്പോൾ 0 and 0, 0, 0 and 1, 0, 1 and 0, 0, 1 and 1, 1. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ ഓർ ഗേറ്റിൽ നിന്ന് വ്യത്യസ്തമായി, ലോജിക്കൽ അഡീഷനിൽ നിന്ന് വ്യത്യസ്തമായി നേരെ ഓപ്പോസിറ്റാണ്. ഏതെങ്കിലും ഒന്ന് ലോ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ 0, ഇവിടെ 0, മൂന്നിലും ഒരു 0 ഏതെങ്കിലും ഒന്നിൽ ലോ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി, 0 ആയി അല്ലെങ്കിൽ ലോ ആയി. നേരെ തിരിച്ചാണ്. നേരത്തെ എന്താണ്, ഏതെങ്കിലും ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ, ഇവിടെ ഇതിലൊക്കെ ഹൈ ഉണ്ട് പക്ഷേ വ്യത്യാസം ഇല്ല അല്ലേ, ഇവിടെ നമുക്ക് എന്താണ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓർ ഗേറ്റ് വരുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിൽ എങ്ങനെയാണ്, ഏതെങ്കിലും ഒന്ന് ലോ വോൾട്ടേജ് അല്ലെങ്കിൽ 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി, 0 ആവും. രണ്ടും ഹൈ ആയി കഴിഞ്ഞാൽ, ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുകയുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ 0.0 അല്ലെങ്കിൽ 0 and 0 equal to 0, 0 and 1 equal to 0, 1 and 0 equal to 0, 1 and 1 അല്ലെങ്കിൽ 1.1 equal to 1. അപ്പോൾ ഇത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിനും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇൻ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹൈ
only when all the input voltages are high. ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ അല്ലെങ്കിൽ 1 ആവണമെങ്കിൽ ഇൻപുട്ട് എല്ലാതും 1 ആയിരിക്കണം. ഇനിയിപ്പോൾ ഇത് എ ബി രണ്ടെണ്ണേ ഉള്ളൂ, എ ബി സി 3 എണ്ണം ഇൻപുട്ട് ഉണ്ടെങ്കിലും എല്ലാ ഇൻപുട്ടും ഹൈ ആയി കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ ഇവിടെ 2 ഇൻപുട്ടുള്ളൂ. അപ്പോൾ 2 ഇൻപുട്ടിൽ 1 എയും ബിയും 1 ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എ ഡോട്ട് ബി 1 ആവുള്ളൂ, അല്ലെങ്കിൽ എ ആൻഡ് ബി 1 ആവുള്ളൂ. അതാ പറഞ്ഞ എല്ലാ ഇൻപുട്ടും 1 അല്ലെങ്കിൽ അതിന് 1-നെയാണ് നമ്മൾ പറഞ്ഞ ഹൈ വോൾട്ടേജ്. ഒരിക്കലും 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ നമ്മൾക്കൊരു ഡിജിറ്റൽ സർക്യൂട്ട് അല്ലെങ്കിൽ കറണ്ടിന് ഇലക്ട്രോണിക് സർക്യൂട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 1 എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ്, 0 എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ്, ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മളൊരു ഇതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അഥവാ രണ്ടോ അതിൽ എത്ര ഇൻപുട്ട് ഉണ്ട് ആ ഇൻപുട്ട് മുഴുവൻ ഹൈ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആവുള്ളൂ. ഇത് നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. ബാക്കിയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.